നമ്മുടെ പഠനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്ന ഏത് മലയാള സഹോദരത്തിനും പറഞ്ഞുകൊണ്ട് നമ്മുടെ 5ാമത്തെ എഡീഷനാണ് ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ 4 വർഷം നടന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്ക് ഈ കഴിഞ്ഞ 4 ക്യാമ്പുകൾ വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള പരിശോധന, ചികിത്സ ഉറപ്പുവരുത്താനായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 2246 പേർക്ക് ഇവരുടെ ശസ്ത്രക്രിയയും അതിനുശേഷം കണ്ണട വിതരണവും സൗജന്യമായി നിർവഹിച്ചു. ഇതുകൂടാതെ 114 പേർക്ക് കേൾവി സഹായി ഹിയറിംഗ് എയ്ഡ് സൗജന്യമായി നൽകാൻ നമുക്ക് കഴിയും. 44 പേർക്ക് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ, 7 പ്ലാസ്റ്റിക് സർജറി, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സർജറികൾ 22 പേർക്ക് വളരാൻ കഴിഞ്ഞു. പിന്നെ TMT, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി, MRI സ്കാൻ, മാമോഗ്രാം, ഇതെല്ലാം തന്നെ ഇതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് കളമശ്ശേരിയിൽ നിന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും. അവരെന്തും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് കൊച്ചി BPCയിലാണ്, അതുപോലെ തന്നെ IMA ഇവരുമായി ചേർന്നിട്ടാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളത്തെ എല്ലാ പ്രധാന ആശുപത്രികളും, ഞാൻ ഓരോ ആശുപത്രിയുടെ പേര് പ്രത്യേകം എന്ന് പറയുന്നു, എല്ലാ പ്രധാന ആശുപത്രികളും ഈ പരിപാടിയുമായി പൂർണ്ണമായി സഹകരിക്കുന്നു. സാധാരണ ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായി വളരെ സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ നമ്മുടെ ഈ ക്യാമ്പിൽ വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. അവർക്ക് എല്ലാവർക്കും ഈ നാടിന് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആശുപത്രി മാനേജ്മെന്റ് തുടക്കം മുതൽ കഴിയാവുന്ന അത്ര സഹായിക്കും. അവിടെയുള്ളപ്പോൾ ആശുപത്രിയുടെ നമ്മളുടെ എല്ലാം മൊബൈൽ വാഹനങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങളാണ് ആശുപത്രികളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നത്, മറ്റൊരു ചിന്തയും ഇല്ലാതെ തന്നെ ആശുപത്രി മാനേജ്മെന്റ് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് അവർ രാവിലെ തന്നെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവരും സഹകരിക്കുന്നതാണ്. എല്ലാ മേഖലയിലുള്ള ആളുകൾ ഒന്നിച്ച് നടത്തുമ്പോൾ ഞാൻ മുൻകൈ എടുക്കുന്നതുകൊണ്ട് മാത്രമേ